ഞങ്ങൾ ഷോക്ക്ഡാണ് ഇതേപോലെ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്ന കാണുമ്പോൾ. പലതവണയായി വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങൾ മടുത്തിരിക്കുക. ഇന്നിപ്പം എനിക്ക് മുക്കത്തേക്കുള്ള പരിപാടിയാണ്. ഞാൻ പറയുന്നത് ഈ പുള്ളി വീണ്ടും ഇത് ആവർത്തിക്കുക. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഞാൻ ഇൻഡയറക്ട്ലി ഇത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒരു ചാനലിന് ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു, പേര് പറയാതെ. ഞാനിപ്പോ പേര് പറയുന്നത് നമ്മൾ ഒരു ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ദൗത്യത്തിലാണ്. ആ ദൗത്യത്തിനെ വേർതിരിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് വേറെ ചില ശ്രമങ്ങളായിട്ടാണ് ഇദ്ദേഹം നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഖേദകരമാണെന്ന് പറയാതിരിക്കും. താങ്കൾക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു, മധ്യ തിരുവിതാംകൂറിലെ MLA ആണ്, അദ്ദേഹം ഇടപെട്ടി കാര്യങ്ങൾ വഷളാക്കുന്നൊക്കെ പറഞ്ഞു. മധ്യ തിരുവിതാംകൂറിൽ ഞാൻ മാത്രമേ ആക്ഷൻ കൗൺസിലെ താങ്കളാണ് ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, താങ്കളാണ് ആ പേരില്ലാത്ത MLA. അത് ആരാന്ന് അവര് പറയട്ടെ. കൊള്ളാം. ഇനി കേരളത്തിൽ നിന്നൊരു മെസ്സി ഉണ്ടാവുകയാണ് നമ്മുടെ ശ്രമമുണ്ട്. 150 കോടി കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരിക. അദ്ദേഹം വരുമ്പോൾ ഒരു ആവേശമുണ്ട് എന്നുള്ളതല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ എന്താണ് ഒരു ബെനിഫിറ്റ് നോക്കുന്നത്? അതുകൊണ്ട് ഈ പറഞ്ഞ നേരത്തെ ശിവൻകുട്ടി പിന്നെ സൂചിപ്പിച്ച പോലെ സ്റ്റേഡിയം പണിയുക, അല്ലെങ്കിൽ ടർഫ് പണിയുക. ഞാൻ ML നിലയ്ക്ക് 50 ലക്ഷം രൂപ ഓളം ചെലവ് വന്ന ഒരു ടർഫ് ഞങ്ങൾ പറഞ്ഞു. അത് സർക്കാർ അങ്ങനെ ഇത്രയും രൂപ ചെലവാക്കി ടർഫ് പണിഞ്ഞ്, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ട്രെയിനിങ് കൊടുത്ത് ഇത്രയും കോടി രൂപ മുടക്കുകയല്ലേ. അപ്പൊ അതിലും ഭേദം കേരളത്തിൽ ഒരു മെസ്സി ഉണ്ടാക്കാൻ അങ്ങനെ ഒരു പ്രോജക്ട് സർക്കാരിന് തുടക്കം കുറിക്കട്ടെ. അതാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിൽ നിന്നൊരു മെസ്സി, അതായിരിക്കും കൂടുതൽ ഉചിതം. ഇതിനകത്ത് പാർട്ടി എല്ലാം തീരുമാനിച്ചു. ആര് മത്സരിക്കണ്ട എന്ന് പാർട്ടിക്ക് തീരുമാനിക്കാം. അതിന് നിങ്ങൾ ഈ വിഭാഗത്തിന്റെ പുറകെ മെസ്സി വരില്ല എന്ന് പറഞ്ഞപ്പോഴേ ചാണ്ടുവിന് സങ്കടമായോ? അങ്ങനൊരു മെസ്സി ആരാധകനാണല്ലോ. ഞാൻ പറയാം, ഫുട്ബോള് നമുക്കെല്ലാം ആവേശമാണ്. പക്ഷെ ഇനി നമ്മൾ മറ്റുള്ള രാജ്യക്കാരെ നോക്കി ആവേശം കൊള്ളുക മാത്രം പോരല്ലോ. നമ്മുടെ ഒരു പയ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെൺകുട്ടി ഇതേപോലെ ഉയർന്നു വരുന്നത് കണ്ട് നമുക്ക് ആവേശം കൊള്ളണ്ടേ? അതേ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇലക്ഷനൊക്കെ വരികയാണ്, അപ്പൊ UDF സർക്കാർ അധികാരത്തിൽ വന്ന മെസ്സി കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, മെസ്സി എന്നുള്ളതല്ല, കേരളത്തിൽ നിന്നൊരു മെസ്സിയാണ് ആവശ്യം. ഒറിജിനൽ മെസ്സി വേണ്ട.